അവിഹിത ബന്ധമെതിർത്ത ഭർത്താവിനെ കൊന്ന ഭാര്യയും കാമുകനും. മോഷ്ടാക്കൾ വധിച്ചത് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. കൈയോടെ പൊക്കി പോലീസ്. ഉത്തർപ്രദേശിലെ അംറോഹ ജില്ലയിലെ ഹസൻപൂർ ഗ്രാമത്തിൽ അവിടെ നടന്ന സംഭവമാണ്. മെഹറാജ് മിറാജ് എന്ന 30 വയസ്സുകാരനാണ് കൊല്ലപ്പെടുന്നത്. അയാളുടെ ഭാര്യ റൂഹിയും ഒപ്പം കാമുകൻ ഫർമാനും ഈ ഫർമാന്റെ ഒരു കൂട്ടാളിയും ചേർന്നാണ് ഈ കൊലപാതകം നടത്തുന്നത്. ഈ അവിഹിത ബന്ധം എതിർത്തതിനാണ് ഭർത്താവിനെ ഈ കാമുകനൊപ്പം ചേർന്ന് കൊലപ്പെടുത്തിയത് എന്ന് അവർ പിന്നീട് പോലീസിന് മൊഴി നൽകി. ഈ സഹോദരിയുടെ ഭർത്തൃ സഹോദരനുമായി, അതായത് സഹോദരിയുടെ ഭർത്തൃ സഹോദരനാണ് ഈ പറയുന്ന കാമുകൻ ഫർമാൻ. അയാളുമായി പ്രണയത്തിലായിരുന്ന യുവതി ഈ മിറാജുമായിട്ടുള്ള വിവാഹത്തിന് ശേഷവും അത് തുടർന്നു. പിന്നീട് ഭർത്താവ് ആ കാര്യം പറഞ്ഞു. അങ്ങനെ ഈ ബന്ധം എതിർത്തു. കാമുകനുമായി അങ്ങനെ ഈ ഭർത്താവിനെ ഇല്ലാതാക്കണം, തീർക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ കൊലപാതകം ആസൂത്രണം ചെയ്തു. മിറാജിന് പാലിൽ ഉറക്ക ഗുളിക ചേർത്ത് നൽകി ബോധം കെടുത്തിയ അവൾ അതിനുശേഷം കാമുകനെയും ഒരു കൂട്ടാളിയെയും വിളിച്ചു വരുത്തി. പിന്നീട് കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. रात 10 बजे फरमान और इसका दोस्त अदनान इसके घर पे आए और सोते वक्त इसके गले पे कलाई पर चाकू से वार करके इसकी हत्या कर दी. क्योंकि ये नींद में था, ये प्रतिरोध नहीं कर पाया. इसकी पत्नी उसके बाद उसी के बगल पे खाट में सो गई, ये दिखाने के लिए कि रात्रि में कुछ अज्ञात व्यक्ति आकर इस प्रकार की घटना कारित की गई. इसमें तीनों अभियुक्तों को मृतक की पत्नी रूही, फरमान और इसका दोस्त अदनान को गिरफ्तार कर लिया गया है. ദമ്പതികളുടെ മൂത്ത മകൻ 5 വയസ്സുകാരനായിട്ടുള്ള ഫർഹാൻ ഈ മിറാജിനൊപ്പം അതേ കട്ടിലിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ അവന്റെ അച്ഛന്റെ രക്തത്തിൽ കുതിർന്ന നിലയിലായിരുന്നു കണ്ടത്. ഫർഹാനെ കൂടാതെ 3 വയസ്സുകാരനായിട്ടുള്ള ഒരു മകൻ കൂടിയുണ്ട് ഇവർക്ക്. ഈ വീട്ടിൽ നടന്ന ഒരു മോഷണ ശ്രമത്തിനിടെയാണ് ഭർത്താവ് കൊല്ലപ്പെട്ടതെന്നാണ് റൂഹി ഒരു കള്ളക്കഥയുണ്ടാക്കിയത്. അങ്ങനെ നാട്ടുകാരെയും വീട്ടുകാരെയും വിശ്വസിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അജ്ഞാതരായിട്ടുള്ള ഒരു സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്നും സ്വർണവും പണവും ഒക്കെ മോഷ്ടിച്ചുവെന്നും അവൾ കഥ മെനഞ്ഞു. ഭർത്താവിനെ അവരാണ് കൊലപ്പെടുത്തിയതെന്നാണ് യുവതി അവകാശപ്പെട്ടത്. അയാളുടെ ബോഡി കണ്ടെത്തിയ ആ ദിനം പോലീസും ഉൾപ്പെടെയുള്ളവർ അവിടെയുള്ളപ്പോഴും അക്കാര്യം അവൾ ആവർത്തിച്ച് കണ്ണീരൊഴുക്കി പറഞ്ഞുകൊണ്ടേയിരുന്നു. और ये आपके घर वाले कहाँ पे थे? यहाँ पे ही लेटे थे. तो आपको पता कुछ है? मुझे कुछ पता नहीं है भैया. इनके साथ में इतना എനിക്കൊന്നും അറിയില്ല, എന്റെ കൺമുന്നിൽ വെച്ചാണ് കൊന്നത് എന്നാണ് കരഞ്ഞുകൊണ്ട് അവൾ നിലവിളിക്കുന്നത്. എന്നാൽ അതേ മുറിയിലുള്ള ഈ റൂഹിയെയും മകനെയും ആക്രമിക്കുക പോലും ചെയ്യാതെ ആ മോഷ്ടാക്കൾ കടന്നു കളഞ്ഞു എന്ന വാദം മിറാജിന്റെ കുടുംബത്തിന് അവിശ്വസനീയമായിരുന്നു. അങ്ങനെയാണ് മിറാജിന്റെ പിതാവ് അവളെ സംശയമുണ്ട് എന്നുള്ള കാര്യം പോലീസിനോട് പറയുന്നത്. हमें सारी चाल जो घर वाले की लग रही है, हम किसी का नाम नहीं लिखवा सकते, सारा मैटर बहू खोलेगी. सही बात. मतलब तुम्हें ये है कि मतलब मेन मुद्दा जो है बहू है. अच्छा, उसकी खाट भी बराबर में बिछ रही है ना. ये बच्चे कितने हैं इनके? इसके पास 2 बच्चे, एक 2 बच्चे, एक बच्चा ये है. यू बड़ा है और एक छोटा है. ഈ പിതാവിന്റെ സംശയമാണ് പോലീസിലെ ഈ ഇവളിലേക്ക് അന്വേഷണം എത്തിക്കാനുള്ള അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ദിശ തിരിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത്. അങ്ങനെ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഒടുവിൽ അവൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. യുവതിയും കാമുകനും അയാളുടെ ആ സഹായം പോലീസിന്റെ കസ്റ്റഡിയിലാണ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.